നിലമ്പൂർ പോരെ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 13 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ എല്ലാവരും. 3 മുന്നണി സ്ഥാനാർത്ഥികളും പ്രചാരണം ശക്തമാക്കുമ്പോൾ പുതിയ തന്ത്രങ്ങളുമായാണ് PV അൻവർ ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങിയത്. ബിനിൽ ലീല സാബു ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ബിനിലിലേക്കാണ്. ബിനിൽ, എന്തായാലും ഇനി വോട്ട് എടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശക്തമായ പ്രചാരണ ചൂടിൽ തന്നെയായിരിക്കും മുന്നണികളെല്ലാം എന്ന് തന്നെ മനസ്സിലാക്കാം. എവിടെയൊക്കെയാണ് ഇന്ന് എല്ലാവരും പ്രചാരണം നടത്തിയത്? അതുപോലെ തന്നെ PV അൻവറിന്റെ പ്രചാരണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? PV അൻവർ കൂടുതൽ ആളുകളെ കൂടെ കൂട്ടി മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ ഒപ്പം ചേർന്നത് ജനതാദൾ സെക്യുലറിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ കൂടിയായ ആളെയാണ് ഇന്നിപ്പോൾ ഒപ്പം കൂട്ടിയത്. കുറച്ച് പ്രവർത്തകരും ഇന്ന് TMCയിൽ ചേർന്നിട്ടുണ്ട്. അങ്ങനെ തനിക്ക് പിന്തുണ വർദ്ധിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇടതുപക്ഷത്ത് നിന്നും ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെ കൂടുതൽ ആളുകൾ വരുന്നു എന്ന ഒരു സൂചന, അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. അത് തനിക്ക് അനുകൂലമാണ്. നേരത്തെ പറഞ്ഞത് 75,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. പ്രചാരണത്തിൽ സജീവമാണ്. വരും ദിവസങ്ങളിലും ആളുകളെ നേരിട്ട് കണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രചരണ വാഹനങ്ങളിൽ ആളുകളെ കാണാനുള്ള നീക്കം തന്നെയാണ് PV അൻവർ എന്തായാലും ഉള്ളത്. UDF ക്യാമ്പ് ഇന്നും നാളെയും കാര്യമായ പ്രചാരണ പരിപാടികളില്ല. കാരണം പെരുന്നാളാണ് നാളെ. ഇന്ന് അതിൻ്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ചില വ്യക്തികളൊക്കെ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പ്രമുഖ വ്യക്തികളൊക്കെ നേരിട്ട് കാണുകയായിരുന്നു അരുൺ ഷൗക്കത്ത്. അതോടൊപ്പം തന്നെ വൈകിട്ട് കുടുംബത്തോടൊപ്പം അദ്ദേഹം ചെലവഴിച്ചു. നാളെ ഇപ്പോൾ പെരുന്നാൾ നമസ്കാരമാണ് രാവിലെ ഉള്ളത്. അതിനുശേഷവും കുടുംബവുമായി ഒന്നിച്ചിരിക്കും. അതിനുശേഷമാകും ചില ആളുകളൊക്കെ നേരിട്ട് കാണാൻ അദ്ദേഹം പോവുക. അതിനുശേഷം മറ്റന്നാൾ മുതലായിരിക്കും വീണ്ടും പ്രചാരണത്തിൽ സജീവമാകുക. എന്തായാലും M സ്വരാജും സജീവമായി മണ്ഡലത്തിലുണ്ട്. ഇന്നിപ്പോൾ എടക്കര പഞ്ചായത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയും കളത്തിലുണ്ട്. അദ്ദേഹം ഈ ആദിവാസി സെറ്റിൽമെന്റ് കോളനികൾ കേന്ദ്രീകരിച്ച് പുലിമുണ്ട, കുറ്റിമുണ്ട അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രചാരണ പ്രവർത്തനം നടത്തിയത്. വരും ദിവസങ്ങളിലും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും BJP സ്ഥാനാർത്ഥിയുടെ പ്രചാരണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതും. മലയോര മേഖലയിലെ ജനങ്ങളുടെ കാര്യങ്ങളാണ്, കുറച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതലായി കടന്നു വരുന്നു പ്രചാരണത്തിൽ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ആദ്യം PV അൻവർ അദ്ദേഹവുമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു സജീവ ചർച്ചയുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശമുള്ള അഭിമുഖം, അതോടൊപ്പം തന്നെ വിജയരാഘവൻ പലപ്പോഴായി നടത്തിയ പരാമർശങ്ങൾ, ഇതൊക്കെയാണ് കോൺഗ്രസും UDFും ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം KC വേണുഗോപാലിന്റെ ഈ പെൻഷൻ വിരുദ്ധ പരാമർശം ഉണ്ടായിരുന്നു. അത് കൈക്കൂലിയാണ് ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ CPM അവരുടെ പ്രചാരണ പരിപാടികളിൽ അത് പറയുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ച് വലിയ വിമർശനം KC വേണുഗോപാലിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസും പ്രത്യേകിച്ച് UDFും. എന്തായാലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു തോന്നൽ UDFിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തനിക്കൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു മണ്ഡലത്തിൽ നിന്ന് M സ്വരാജും വിശ്വസിക്കുന്നു. അതിൻ്റെ ആളുകളൊക്കെ വലിയ രീതിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അത് തന്നെയാണ്. എന്തായാലും പ്രചാരണം വരും ദിവസങ്ങളിലും വലിയ ചൂടേറിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്നും തർക്കമില്ല. കാരണം സജീവമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് മണ്ഡലത്തിലെ വികസന വിഷയങ്ങളൊക്കെ ആയിരിക്കും. അതും കൂടി വരുമ്പോൾ വലിയ പ്രചാരണ ചൂടിലേക്ക് നിലമ്പൂർ കടക്കുമെന്നതിൽ തർക്കമില്ല. സ്വാതി. ശരി ബിനിൽ, എന്തായാലും വലിയ പ്രചാരണ ചൂടിലേക്ക് കടക്കുകയാണ് നിലമ്പൂർ എന്നുള്ളതാണ്. ഇനി വോട്ടെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. PV അൻവറും തൻ്റെ മുന്നണിയിലേക്ക് ആളുകളെ കൂടുതൽ കൂട്ടുന്ന ആ ഒരു ശ്രമത്തിലാണ്, പ്രചാരണം കൊഴുപ്പിക്കുകയാണ്.